തേജസ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വജ്രത്തിലും കഠിനമായി പൂവിലും മൃദുവായിടും മഹാന്മാരുടെ ചിത്തത്തെ അറിഞ്ഞിടുവതാരഹോ എന്ന് കവി. വജ്രത്തിലും കഠിനമായ ഒരു സാഗര ഗർജനം കേൾക്കാം. ഗുജറാത്ത് കലാപം മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, അതിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വേറെയും കലാപങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ സംഭവത്തിലും നമ്മുടെ പോലീസോ പട്ടാളമോ നീതിന്യായ വ്യവസ്ഥയോ ഭരണകൂടങ്ങളോ മുസ്ലിങ്ങളുടെ രക്ഷക്കെത്തിയിട്ടില്ല. മറിച്ച് മറുഭാഗത്ത് ശത്രുവിനോടൊപ്പം നിന്നുകൊണ്ട് വംശഹത്യക്കും കൊള്ളക്കും കൂട്ടക്കൊലകൾക്കും കൂട്ടുനിൽക്കുകയായിരുന്നു കാലാകാലങ്ങളിലുള്ള ഭരണകൂടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികളുടെ നമ്മുടെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ കാണുന്ന BJPയുടെയോ RSSന്റെയോ മാത്രം പ്രവർത്തനങ്ങളുമായിരുന്നില്ല. നമ്മളുടെ പൊതുസമൂഹത്തില് വെളുത്ത കുപ്പായമിട്ട് നടക്കുന്ന ധാരാളം ആളുകൾ, കാവിക്കുപ്പായക്കാർ മാത്രമല്ല സഹോദരിമാരെ, വെളുത്ത കുപ്പായക്കാരായിട്ടുള്ള ആളുകളും ഈ കൂട്ടക്കൊലകളിലും വംശഹത്യകളിലും ആവേശത്തോടുകൂടി പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ശത്രുവിനെ നമ്മൾ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. നിലപാടിൽ കടുകിട തെറ്റാതെ പൂവിലും മൃദുവായി ഇത് ആ മനുഷ്യൻ തന്നെ പറയുന്നത് കേൾക്കുക. ശത്രു നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. അവർ സൗഹൃദം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്രിമം മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം നേതൃത്വത്തിൽ ചിലർ അറിയാതെ പോകുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇത്. ഒരു ഭാഗത്ത് നിങ്ങളുടെ സഹോദരങ്ങളെ അടിച്ചു കൊല്ലുകയും അവരുടെ വീടുകൾക്ക് തീ കൊടുക്കുകയും അവരെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ കാണിക്കുന്ന സൗഹൃദം അത് വെറും ഉപരിപ്ലവമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ നേതാവും SDPI മുൻ ദേശീയ അധ്യക്ഷനുമായ A. സയ്യിദ് എന്ന സയ്യിദ് സാഹിബ്. ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഭൂമിയിൽ സംയോജിപ്പിച്ച അപൂർവ പ്രതിഭ. ആത്മീയത സ്വകാര്യ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായിരുന്നില്ല അദ്ദേഹത്തിന്, മറിച്ച് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഉന്നമനത്തിനുള്ള വിശ്വാസ പ്രമാണമായിരുന്നു അദ്ദേഹത്തിന് അത്. അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന് ധാർമ്മികതയുടെയും വിശ്വമാനവികതയുടെയും ഊടും പാവും നെയ്യാനുള്ള സ്വർണ്ണ നൂലായിരുന്നു അദ്ദേഹത്തിന് ആത്മീയതയെന്നും പറയാം. ആശ്ലേഷിച്ചു വിതുമ്പുന്ന സഹപ്രവർത്തകരും അണികളും നാട്ടുകാരും സുഹൃത്തുക്കളും പരസ്പരം മുഖത്തു നോക്കിപ്പോയാൽ നിയന്ത്രണം വിട്ടേക്കുമോ എന്ന തോന്നലിൽ ശൂന്യതയിൽ മിഴിനട്ടു നിൽക്കുന്നവർ, കൂട്ടത്തിൽ കരുത്തരെന്ന് തോന്നിയിരുന്നവർ പോലും വേരറ്റതുപോലെ നിൽക്കുന്നു. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും അണമുറിയാതെ ഓടിക്കിതച്ചെത്തിയവർ ആണവർ. സ്ഥലപരിമിതി മൂലം ഞെങ്ങിഞ്ഞെരുങ്ങുന്ന ഒരു നാട്ടിൻപുറ ടൗണിൽ ഗതാഗതത്തിന് ഒരു തടസ്സവും ഉണ്ടാവാത്ത വിധം കൈകാര്യം ചെയ്യുന്ന വോളണ്ടിയർമാർ, വന്നെത്തിയ എല്ലാ വിശ്വാസികൾക്കും തടസ്സമില്ലാതെ ജനാസ നമസ്കരിക്കുന്നതിന് സ്വയം ആരും നിർബന്ധിക്കാതെ തന്നെയുള്ള ഓരോരുത്തരുടെയും ആത്മനിയന്ത്രണം. അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള വിലാപയാത്രയിൽ ഒഴുകിയത് ജനസമുദ്രം. സ്വന്തം നാട്ടിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള പ്രമുഖർ സംബന്ധിച്ച അനുസ്മരണ പരിപാടികൾ. ആ വ്യക്തിപ്രഭാവവും രാഷ്ട്രീയ ജീവിത മൂല്യവും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ സൗദിയിലെ ജിദ്ദ ഇംബാല ഗാർഡനിലും റിയാദിലും ദമാമിലും ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങൾ, കൂടെ നമസ്കാരവും. അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് തേജസ് ന്യൂസ് സംപ്രേഷണം ചെയ്ത പരിപാടിയുടെ പുനഃസംപ്രേഷണവും. പങ്കെടുത്തത് നൂറുകണക്കിന് ആളുകൾ. ഒരാളുടെ നഷ്ടത്തെ നികത്താനാവാത്ത വിടവെന്ന്
സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിച്ച് ആ വാഗർദ്ധത്തിൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞത് ഇവിടുത്തെ മേൽക്കോയ്മ രാഷ്ട്രീയക്കാരും കപട സാംസ്കാരിക പ്രവർത്തകരും ആണ്. അത്തരം പ്രസ്താവനകൾ പകർത്തിയെഴുതേണ്ടി വരികയും അതിനു മുന്നിൽ മൈക്കും ക്യാമറയും പിടിച്ച് നിൽക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്നതായിരുന്നു സയ്യിദ് സാഹിബിൻ്റെ വിടവാങ്ങൽ ചടങ്ങുകളിൽ ഒഴുകിക്കണ്ട നെഞ്ചുരുകി വാർന്ന കണ്ണീർ തുള്ളികൾ. നഷ്ടം എന്ന വാക്ക് പിറന്ന പടിയുള്ള വിശുദ്ധാർത്ഥത്തോടെ മൗനത്തിൻ്റെ ഇടിമുഴക്കമായി ഭൗതികദേഹ പൊതുദർശന ഹാളിൽ തളം കെട്ടി നിന്നു. തങ്ങൾക്കും നാടിനും ആരായിരുന്നു സയ്യിദ് സാഹിബെന്ന് ഈ നേതാക്കളുടെ വാക്കുകളിൽ ഉണ്ട്. അനിവാര്യമായും ലോകത്തോട് തങ്ങളുടെ മനോഗതി പറയേണ്ടി വന്നപ്പോഴാവട്ടെ അവർ പറയുകയായിരുന്നില്ല, മറിച്ച് ആത്മകഥം ചെയ്യുകയാണെന്ന് തോന്നിപ്പോയി. പിതാവിനെ വീണ്ടും നഷ്ടപ്പെട്ട വേദന. സത്യം പറഞ്ഞാൽ എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഉണ്ടായ വേദന, ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും ആശ്രയിച്ചിരുന്ന ഒരു നേതൃത്വം എനിക്ക് നഷ്ടമായതോടുകൂടി എൻ്റെ പിതാവിനെ ആണ് എനിക്ക് വീണ്ടും നഷ്ടമായത് എനിക്ക് തോന്നുകയാണ്. അകക്കണ്ണും വലം കൈയും ഇല്ലാതായ ശൂന്യത. സയ്യിദ് സാഹിബിൻ്റെ വിയോഗം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകക്കണ്ണ് നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് എൻ്റെ ഒരു വലങ്കൈ നഷ്ടപ്പെട്ട പ്രതീതിയാണ്. അത് ഞാൻ ഒരു ഇതായി പറയുന്നതല്ല, ഒരു ഭംഗിയായിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായി പറയുന്നതല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ആ ജീവിതത്തിൽ പ്രസരിച്ചിരുന്ന സൗമ്യതയും ശാന്തതയും എന്നെന്നും കാത്തു സൂക്ഷിച്ച ആ ദർശനത്തിൻ്റെതായിരുന്നു. വളരെ സൗമ്യനും ശാന്തനുമായിരുന്നു അദ്ദേഹം. എന്നാൽ നിലപാടുകളിൽ അദ്ദേഹം ആദർശത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമായിരുന്നു. അത് ശരിയാണെന്ന് ഈ നിലയ്ക്കാത്ത ശബ്ദം ഓർമ്മിപ്പിക്കുന്നു. ഇസ്ലാം സമാധാനമാണ് അതിന്റെ അർത്ഥമെന്ന് പറയുമ്പോൾ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സമാധാനം അക്രമിയുടെ മുന്നിൽ മിണ്ടാതിരുന്ന് നിർവികാരത കാണിച്ച് അവൻ സൃഷ്ടിക്കുന്ന ഭീകരതയുടെ നിശബ്ദത, ആ നിശബ്ദതയെ ഇസ്ലാം സമാധാനമായിട്ട് കാണുന്നില്ല. സയ്യിദ് സാഹിബ് ഒരിക്കലും ചാരിയിരുന്ന കസാര ആയിരുന്നില്ല, മറിച്ച് നടന്നു തീർത്ത വഴികളായിരുന്നു. മർദ്ദിതരോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള സാമൂഹിക പ്രതിബദ്ധതയിൽ സർക്കാർ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. മുഴുവൻ സമയം ജനസേവനത്തിന് മാറ്റിവെച്ചു. കേരളം വിട്ട് യാത്രകൾ, കെട്ടിപ്പടുത്ത പ്രസ്ഥാനവും അത് വാഗ്ദാനം ചെയ്യുന്ന സ്വതന്ത്ര ലോകവും എന്തെന്ന് സ്വപ്നം കാണാൻ ഇന്ത്യൻ കുഗ്രാമങ്ങളിലെ പട്ടിണി പാവങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു. രണ്ടു തരം ആക്ടിവിസത്തിൻ്റെ പ്രതീകമായിരുന്നു ഇപ്പോൾ അന്തരിച്ച സയ്യിദ് സാഹിബ്. അദ്ദേഹം ഒരേ അവസരത്തിൽ ഫീൽഡിലിറങ്ങിയിട്ട് പ്രവർത്തകന്മാരുമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആക്ടിവിസ്റ്റുകളുമായും എപ്പോഴും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബൗദ്ധിക മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചിരുന്നു. സെൽഫ് മെയ്ഡ് മാൻ എന്ന പ്രൊഫസർ പി കോയയുടെ വിശേഷണം 100% ചേരുന്നതായിരുന്നു സയ്യിദ് സാഹിബിൻ്റെ രാഷ്ട്രീയ ആത്മീയ വ്യക്തിത്വം. മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം, കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം തപാൽ വകുപ്പിൽ ജോലി, മതപണ്ഡിതനായിരുന്ന പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ ഖുർആൻ പരിജ്ഞാനവും ആത്മജ്ഞാനവും നിറഞ്ഞ മനസ്സിലേക്ക് രാജ്യത്തിനകത്തും പുറത്തും സ്വന്തം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളും ദലിതരും ദരിദ്രരും അനുഭവിക്കുന്ന കൊടിയ അവഗണനകളും പീഡനങ്ങളും പൊള്ളിക്കുന്ന അറിവായി വന്നു വീണപ്പോൾ തൻ്റെ തട്ടകം സർക്കാർ ഉദ്യോഗമല്ലെന്ന് തിരിച്ചറിഞ്ഞു. ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. പിന്നെ ഇന്ത്യയിൽ ഉടനീളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. മുസ്ലിങ്ങളും ദലിത് വിഭാഗങ്ങളും നയിക്കുന്ന നരക ജീവിതം നേരിട്ടറിഞ്ഞു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ബഹുജൻ രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അടിത്തറ പാകുന്നതിൽ നിസ്തുലമായ പങ്കാണ് സയ്യിദ് സാഹിബിനുള്ളത്. ദക്ഷിണേന്ത്യ മാത്രമല്ല, ഉത്തരേന്ത്യയിലെയും ഗ്രാമങ്ങളിൽ സയ്യിദ് സാഹിബിൻ്റെ
പുതുതായി വളർന്നു വരുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ വഴിയിൽ സയ്യിദ് സാഹിബിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും അവർക്കിടയിൽ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടാക്കി. SDPIയുടെ ദേശീയ പ്രസിഡന്റായി 6 വർഷം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സമിതി അംഗമായി പ്രവർത്തിച്ചു വരുന്നതിനിടെ 63-ാം വയസ്സിലാണ് അന്ത്യം. പരന്ന വായനയും ചരിത്രാവബോധവും ഖുർആൻ വിജ്ഞാനവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാം ഒരു വ്യക്തിയിൽ സമ്മേളിച്ചപ്പോൾ ബഹുമുഖ പണ്ഡിതനും പ്രതിഭാധനനായ എഴുത്തുകാരനും ദേശീയ രാഷ്ട്രീയ നേതാവുമായി. പക്ഷേ ലാളിത്യം കൊണ്ട് മാത്രം ജീവിതം സമ്പന്നമാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഭക്ഷണ കാര്യത്തിലും ആ മിതത്വം സൂക്ഷിച്ചു. ലോകരാഷ്ട്രീയം, ഇന്ത്യയിലെ അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അപാര ധാരണയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലോകത്തിൽ വെറും സഹനം കൊണ്ട് എവിടെയും മാറ്റമുണ്ടാവില്ലെന്ന് അദ്ദേഹം നിരന്തരം മർദ്ദിതരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്താൽ അല്ലാഹു തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ലഫസദത്തിൽ പ്രതിരോധമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ചെറുത്തുനിൽപ്പ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ലഫസദത്തിൽ ഭൂമി, ലോകം കുഴപ്പത്തിൽപ്പെട്ടു പോകുമായിരുന്നു. ആ സാന്നിധ്യവും നേതൃത്വവും സഹപ്രവർത്തകർ ആഗ്രഹിച്ചു പോകുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വേർപാട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സമൂഹത്തിൻ്റെ സ്ത്രീകളോടുള്ള സമീപനത്തിലെ പൊരുത്തക്കേടുകൾക്കെതിരെ എന്നും അദ്ദേഹം നിലകൊണ്ടു. വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KK റൈഹാനത്ത് ടീച്ചർ അത് ഓർമ്മിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരു അഭിമാനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അവരെ കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹത്തിൻ്റെ പ്രയത്നം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇന്ത്യയിലെ അവസ്ഥ ഏറ്റവും ഉന്നത രൂപത്തിലേക്ക് എത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ആഗ്രഹം പലപ്പോഴും ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഉറച്ചു നിൽക്കാനും മുന്നോട്ട് പോകുവാനുമുള്ള കരുത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. സയ്യിദ് സാഹിബ് ആന്തരിക അച്ചടക്കമുള്ള സാമൂഹിക പ്രവർത്തകന്റെ സാന്നിധ്യം സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ജീവിതത്തിലും മാത്രമല്ല അനുഭവപ്പെടുത്തിയത്. ആ വേർപാട് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ഷബ്ന ആൽപ്പറ്റ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട പോസ്റ്റ് അതിന് തെളിവാണ്. ഒരു മകൾക്ക് പൈതൃകമായി ലഭിച്ച ആത്മജ്ഞാനമെന്ന സുഹൃതമാണ് ആ കുറിപ്പ് എന്ന് പറയാം. പിതാവ് അന്ത്യയാത്ര പുറപ്പെടുമ്പോൾ മകൾ ആ കാതുകളിൽ പറഞ്ഞു, ഉപ്പയുടെ പേര് സയ്യിദ്, ഉപ്പ ഷഹീദ് ആയാൺട്ടോ മരിക്കുന്നത് എന്ന്. ആ പിതാവ് മകളോട് പ്രതിവചിച്ചു, ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയൊരു സ്വർഗയാത്രയെക്കുറിച്ച് എത്ര കുടുംബത്തിന് ചിന്തിക്കാനാവും എന്ന ചോദ്യമുയരുന്നിടത്തും സയ്യിദ് എന്ന വിശ്വമാനവികൻ വേറിട്ട ആ ചിരി ചിരിച്ച് നിൽക്കും പോലെ തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഈ അബൂബക്കർ സാഹിബ് ഇങ്ങനെ പറഞ്ഞത്. ഈ സംഘടനയിൽ ഒരു എത്ര വേണമെങ്കിലും ഈ അബൂബക്കർമാരെ കിട്ടും, പക്ഷേ സയ്യിദ് എന്ന് പറയുന്നത് ഒരേ ഒരാൾ മാത്രമേ ഈ സംഘടനയിലുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ സങ്കടത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. സയ്യിദ് സാഹിബിനെ പോലുള്ള 100% ശരിയായ മനുഷ്യരുടെ, വിപ്ലവകാരികളുടെ രാഷ്ട്രീയത്തെ, സാമൂഹ്യ പ്രവർത്തനത്തെ എല്ലാം എക്കാലവും ഭരണകൂടങ്ങൾ എന്തൊക്കെ പറഞ്ഞാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ആ വിപ്ലവകാരികളാവട്ടെ തങ്ങൾ കൊളുത്തിയ തീപ്പന്തം പുതുതലമുറയെ ഏൽപ്പിച്ചാണ് മടങ്ങുന്നതെന്ന് ഭരണകൂടങ്ങൾ തിരിച്ചറിയണം. ഇതാ സയ്യിദ് സാഹിബ് മരിക്കില്ലെന്നതിന് തെളിവായി അദ്ദേഹത്തിൻ്റെ ഖബറടക്കത്തിന് ശേഷം കാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് M സാജിദ് പറഞ്ഞ വാക്കുകൾ. നമുക്ക് ഒരു പുതു അറിവ് എങ്ങനെ സാമൂഹിക രംഗത്ത് വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ ഐഡിയ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് ഞങ്ങൾക്ക് കൈമാറിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനിയായിരുന്നു സയ്യിദ് സാഹിബ് എന്നാണ് ഈ സമയത്ത് തന്നെ ഓർക്കുന്നത്. അദ്ദേഹം ഉയർത്തിയ, നമുക്ക് പകർന്നു നൽകിയ ആ ജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ ആ ചഷകം ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി ജനതയുടെ വിമോചനത്തിനായി ഈ സമരപാതയിൽ എന്നും വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങളും പരിശ്രമിക്കും എന്ന ഇത്തരണത്തിൽ ഞങ്ങൾ ശപഥം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സയ്യിദ് സാഹിബ്, അങ്ങ് അവസാനിപ്പിച്ചിടത്തു നിന്ന് ഇവരത് തുടരട്ടെ. സമരതീഷ്ണമായ കനൽപാതകളിൽ നിന്ന് അങ്ങയുടെ നാമം ഇവരുടെ മുദ്രാവാക്യങ്ങളിൽ മുന്നിലുണ്ടാവട്ടെ.
തുറുങ്കിനെ ഭേദിക്കുന്ന സ്നേഹപ്രവാഹമായി വിപ്ലവത്തിൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ കൂടുകൂട്ടാൻ അങ്ങയുടെ ഓർമ്മകൾ ഇവരിലേക്ക് പറന്നു വരട്ടെ. അങ്ങയുടെ ശബ്ദം ഇവരുടെ കാതുകളിൽ നിലയ്ക്കാതെ ചിറകടിക്കട്ടെ. സലാം. പോർഷ്യക്കും റോമിനുമെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകം ഇന്നത്തെ ലോകമായിരിക്കുമായിരുന്നു. നമ്രൂദിനെതിരെ ശബ്ദം ഉയർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകം ഇന്നത്തെ ലോകമാകുമായിരുന്നു. ഫറോവക്കെതിരെ ശബ്ദം ഉയർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകം ഇന്നത്തെ ലോകമാകുമായിരുന്നു. ആകുമായിരുന്നില്ല. കൈസറിനും സീസറിനുമെതിരെ ശബ്ദമുയർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്തെ നമുക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഒരു പുതിയ ലോകത്തെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ സമാധാനത്തിന്റെ ലോകത്തെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെറുത്തുനിൽപ്പ് ആവശ്യമുണ്ട്.